Hi everyone, Assalamu alaikum, Namaskaram, it's me Bebo once again, welcome back to my channel. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട് ഞാൻ ഓൺ വോയിസ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ദിവസമായിരിക്കുന്നത് എന്താ വെച്ചാൽ കുറേ തിരക്കുകളായിരുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് ആണ്. എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമുണ്ട്. കാരണം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്, സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്നുള്ളത് അവൾ പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു ചെറിയ ഹിൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്, ഒരു ചെറിയ ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു ആൽബമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരുടെ ആവുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എനിക്കും ഭയങ്കര എന്താ പറയുക ആകാംക്ഷയുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. എനിക്കറിയാം, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ പറയുന്നത് എല്ലാ K-pop ഗ്രൂപ്പിന് ഇഷ്ടമാണെങ്കിൽ കൂടിയിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം എക്സോ ആണ്, അതുപോലെ തന്നെ ഗോഡ്സോൺ ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഒന്നൊക്കെ ഗോഡ്സോണിൻ്റെ പുതിയ ആൽബവും അത് അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് കൊടുത്തയച്ച സാധനം. ഇവിടെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയല്ല കേട്ടോ കിട്ടിയത്, വലിയൊരു ബോക്സിലായിരുന്നു, കൊറിയർ വന്നതാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള രൂപത്തിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് സർപ്രൈസ് പോലെ തന്നെ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ഇത് ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം, ആരുടെ അനുഭവം എന്നുള്ളത് തുറന്നു നോക്കാം. Happy New Year. Oh. How is my gift? Do you like it? I know you must be screaming right now. കണ്ടില്ലേ അപ്പം എന്താവുന്നുള്ളത് ഇപ്പം എനിക്ക് കൂടുതൽ ഞാൻ സ്ക്രീൻ ചെയ്യുന്ന പറയുമ്പോൾ എന്തായാലും കൂടുതൽ ഒരു എക്സൈറ്റഡ് ആയി. നമുക്ക് നോക്കട്ടെ, എന്തായാലും നോക്കാം. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. കൈയൊക്കെ വിറക്കുന്നത്. ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. അപ്പം ഗോഡ്സോൺ തന്നെ ആവും. അയ്യോ, കയ്യില്ലാതോ. ഓ മൈ ഗോഡ്. ചവക്കായി. അയ്യോ 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 അയ്യോ, എനിക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലാവണില്ല. പോസ്റ്റർ. Oh God, look at this. It's our guy. Oh my God, I'm so happy. കണ്ടില്ലേ കൈൻ്റെ പോസ്റ്ററാണ്. ഓ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ഞാൻ അത് തുറക്കാൻ പോവാണ്. അയ്യോ, എൻ്റെ കൈയിട്ട് വിറക്കുന്നു. Wow. Kai, the first mini album, Kai. Okay. I'm so happy. Posters. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഓ മൈ ഗാഡ്, കളറുണ്ടോ? ഇറ്റ്സ് മൈ ഗൈ. ഓ wow. Wow, again, wow.
don't know. Okay, wait. I will open this. Oh, God. Wow, stickers. ഞാനിതിപ്പോൾ എവിടെ ഒട്ടിക്കും? ഇത് കണ്ടോ ഇതാണ് പോസ്റ്റ് കാർഡ് സൈനൊക്കെ ഉണ്ട്. എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്, എനിക്ക് മനസ്സിലായിട്ട് എന്താ എഴുതി എന്നുള്ളത്. പക്ഷെ സംഭവം എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും. നമുക്ക് ആൽബം തുറന്നു നോക്കാം. Wait. The back look on the wall. Oh, wow. It's beautiful, right? Another 3 I read it out. Wow. ഇതിൻ്റെ ലിറിക്സും കാര്യങ്ങളൊക്കെ തോന്നുന്നു. അതെ, കൊറിയൻ ലിറിക്സ് ആണ് കേട്ടോ, നമുക്ക് മനസ്സിലാവുന്നില്ല. കൊറിയൻ ലിറിക്സ് ആണ്, അത് മാത്രമേ മനസ്സിലാവുള്ളൂ. You make me feel so nice. അത് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ, ബാക്കിയെല്ലാം കൊറിയൻ ആണ്. ഓരോന്നിൻ്റെ നത്തിങ് ഓൺ മീ, എല്ലാ സോങ്സിൻ്റെ ലിറിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓ, ഇത് നമ്മളുടെ CD ഇവിടെ ഉണ്ട്. അങ്ങനെയുണ്ടോ? CD നല്ല വെൽ പാക്കേജ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഗിഫ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി നമുക്ക് പോസ്റ്റേഴ്സ് നോക്കാം. ഇത് ഞാൻ എന്തായാലും ഒട്ടിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ റൂമിൽ തന്നെ ഇതെന്തായാലും ഒട്ടിക്കണം. അടിപൊളിയല്ലേ? ഇതെൻ്റെ DP ആയിരുന്നു കുറേ കാലം. വാട്സാപ്പിൽ എല്ലായിടത്തും എൻ്റെ DP ആയിരുന്നു ഈ പിക്ചർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പിക്ചർ. ഇതിൻ്റെ ബാക്കിലുണ്ടോ? ഇതിൻ്റെ ബാക്കിലുണ്ട്. വളരെ സെക്സി മാൻ. ആക്ച്വലി ഈ പറഞ്ഞത് ശരിയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ കിടന്ന് സ്ക്രീൻ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടിനോടാണ് കേട്ടോ. അവളെന്തായാലും ഇത് കാണും, അപ്പോൾ പറയണത് മനസ്സിൽ സ്ക്രീൻ ചെയ്തിട്ട്. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സൗണ്ടൊന്നും ഉണ്ടാക്കാത്തത്. ഇതെന്താ സംഭവം? കുറേ ഫോട്ടോ കാർഡ്സ് ഉണ്ട്. എല്ലാം നമ്മളുടെ കൈയാണ്. ദിസ് വൺ. ഓ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സെൽഫി നല്ല ഭംഗിയില്ലേ?
കൈയാണ്. ഇതാണ് നമ്മളെ ജോഗിങ്. ക്യൂട്ടല്ലേ? ഭയങ്കര ക്യൂട്ടല്ലേ? ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എനിക്ക് നല്ല സന്തോഷമായി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ലാസ്റ്റ് വൺ. യെസ്. അപ്പൊ ഇതൊക്കെയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, കയ്യിൽ നിന്ന് ആൽബാവും എന്നുള്ള പ്രതീക്ഷയില്ല. ഗോഡ് സൗണ്ട് അല്ലെങ്കിൽ ഇനി NCT അല്ലെങ്കിൽ സ്ട്രേ കിഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിച്ചത്. ഗോഡ് സൗണ്ട് ആവുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്കും ഗോഡ് സൗണ്ട് അവൾ അഡ്രസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ അതാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും കൈയുടെ ആൽബാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. I'm so happy. I'm so happy. നീ ഒന്നും കാണിക്കാത്തില്ലല്ലോ. എല്ലാം ഇഷ്ടമായില്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടീസർ പോസ്റ്റ് വന്നത്. ഈ പോസ്റ്റ് അല്ലേ, ഈ പിക്കല്ലേ, ടീസർ പിക്ക് വന്നിട്ട്. ഓ സോസം ഈ പോസ്റ്റർ. ഇപ്പൊ ഞാൻ എവിടെ ഒട്ടിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്റെ റൂമിലൊക്കെ ഒട്ടിച്ചാൽ ചിലപ്പോ എന്നെ അടുത്ത് പുറത്താക്കില്ലായിരുന്നു. അയ്യോ നല്ല ഭംഗിയില്ലേ കാണാൻ? അടിപൊളിയല്ലേ? ഇപ്പൊ തന്നെ എന്നെ K-pop ഭ്രാന്തത്തിൽ നിന്ന് എല്ലാവരും വിളിക്കുന്നു. ഇനിയിപ്പോൾ ഇതും കൂടെ ഒക്കെ റൂമിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്തായാലും എൻ്റെ റൂമിലുണ്ടാവും ഇതൊക്കെ. ഞാൻ ഭയങ്കര ഇനി എന്താ പറയേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആൽബം അൺബോക്സിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഞാനൊരു ആക്രാന്തത്തിലോട്ട് പറഞ്ഞത് കേട്ടോ. അൺബോക്സിംഗ് എന്നുള്ള രൂപത്തിലൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ എനിക്ക് എടുത്ത് വലിച്ച് നല്ല രീതിയിലൊന്നല്ല തുറന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നല്ലൊരു ആൽബമല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് എല്ലാം ഇഷ്ടമായി. ഞാൻ ഇനി ഒന്നുകൂടി എല്ലാം ശരിക്കും നല്ലപോലെ നോക്കാനുണ്ട്. ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, നല്ല നല്ല ഫോട്ടോസാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് തീമാണ്. ഇത് ഏത് വേർഷനാണ് എനിക്കറിയാം. എൻ്റെ എന്തായാലും എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. റാൻഡമായിട്ട് ഏതായാലും എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയല്ലോ. അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട്, ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ ഞാനിതൊക്കെ ഒന്നുകൂടി നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആൽബം ഇഷ്ടമായില്ലേ? വീഡിയോ ഇഷ്ടമായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ഞാൻ ഇനിയും ഇങ്ങനെ വെറുപ്പിക്കാൻ വന്നുകൊണ്ടിരിക്കും. എന്നെ എല്ലാവരും നാട്ടുകാരെല്ലാവരും വീട്ടുകാരെല്ലാവരും വെറുപ്പിക്കൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മൾ K-pop അല്ലെങ്കിൽ അത് ഇങ്ങനെ എക്സോനെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ K-popനെ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.